നമസ്കാരം. ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം 2-ാം അധ്യായത്തിലെ 10 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥമൊന്ന് ചിന്തിച്ചിരുന്നു. 2-ാം അധ്യായത്തിൽ വസുദേവൻ ഈ ഭാഗവത ശ്രവണം കൊണ്ട് വസുദേവർക്ക് ഉണ്ടായ ഭാഗ്യവും അനുഭവങ്ങളുമൊക്കെയാണ് വർണ്ണിക്കുന്നത്. പിന്നീട് കൃഷ്ണൻ സ്യമന്തകമണി അന്വേഷിച്ച് കണ്ടെത്തുന്നതും ശ്രീകൃഷ്ണൻ്റെ മടങ്ങിവരവ് വളരെ താമസിച്ചതുകൊണ്ട് വസുദേവർക്കുണ്ടായ ദുഃഖവുമൊക്കെ ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. വസുദേവരും ഈ ദേവി ഭാഗവതം വളരെ ഭക്തിപൂർവം ശ്രവിച്ച ആളാണ്. അഥ ദ്വിതീയോധ്യായ ശ്ലോകം 11. അഥ സത്രാജിതോ ഭ്രാതാ പ്രസേനോ നാമകർഹിചിത് കണ്ഠേ ബിദ്ധ്വാ മണിം സദ്യോ ഹയമാരുഹ്യ സൈന്ധവം. ഒരിക്കൽ സത്രാജിത്തിൻ്റെ സഹോദരനായ പ്രസേനൻ മണിയെടുത്ത് കഴുത്തിലണിഞ്ഞുകൊണ്ട് സിന്ധുദേശത്ത് നിന്നും കൊണ്ടുവന്ന ഒരു കുതിരപ്പുറത്ത് കയറി വേഗം സഞ്ചരിക്കുകയായിരുന്നു. വേട്ടയാടാനായി വനത്തിലേക്ക് പോവുകയായിരുന്നു. അത് വേട്ടയാടാനായി വനത്തിലേക്ക് പോവുകയായിരുന്നു എന്നുള്ള ആ ഭാഗം 12-ാമത്തെ ശ്ലോകത്തിലാണ് വരുന്നത്. ശ്ലോകം 12. മൃഗയാർത്ഥം വനം യാതാ തമദ്രാക്ഷീൻ മൃഗാധിപഃ പ്രസേനം സഹയം ഹത്വാ സിംഹോ ജഗ്രാഹതം മണിം. സത്രാജിത്തിൻ്റെ സഹോദരനായ പ്രസേനൻ ഒരു കുതിരപ്പുറത്ത് കയറി വേഗം വേട്ടയാടാനായി വനത്തിലേക്ക് പോയി. സത്രാജിത്ത് മണി സ്വന്തം ഗൃഹത്തിൽ വെച്ചിരിക്കുകയായിരുന്നു. അതും എടുത്തുകൊണ്ട് സഹോദരൻ വേട്ടയാടാനായി വനത്തിലേക്ക് പോയി. അദ്ദേഹത്തെ ഒരു സിംഹം കണ്ടു. ആ സിംഹം കുതിരയോടൊപ്പം പ്രസേനനെയും കൊന്ന് ആ മണി കൈക്കലാക്കി. ശ്ലോകം 13. ജാംബവാൻ ഋക്ഷരാജോധ ദൃഷ്ട്വാ മണിധരം ഹരിം ഹത്വാ ചം തം ബിലദ്വാരി മണിം ജഗ്രാഹവീര്യവാൻ. ജാംബവാൻ എന്ന കരടിക്കുരങ്ങ് സ്യമന്തകമണി ധരിച്ച സിംഹത്തെ കണ്ടു. പരാക്രമിയായ ആ വാനരൻ സിംഹത്തെ ഗുഹാദ്വാരത്തിൽ വെച്ചു കൊന്ന് മണി അപഹരിച്ചു. ശ്ലോകം 14. സം തം മണിം സ്വപുത്രായ ക്രീഡനാർത്ഥമദാത് പ്രഭുഃ അഥ ചിക്രീഡബാലോപി മണിം സംപ്രാപ്യ ഭാസ്വരം. ജാംബവാൻ ആ മണി തൻ്റെ പുത്രന് കളിക്കൊപ്പായി നൽകി. നന്നേ തിളങ്ങുന്ന മണി കിട്ടിയ കുട്ടി അതുകൊണ്ട് കളിക്കാനും തുടങ്ങി. എത്ര കൈമറിഞ്ഞു ആ മണിയെന്ന് നോക്കൂ. ശ്ലോകം 15. പ്രസേനേനാഗതേ ചാധാ സത്രാജിത് പര്യതപ്തദാ ന ജാനേ കേന നിഹതാ പ്രസേനോ മണിമീച്ഛതാ. പ്രസേനൻ മടങ്ങി വരാതായപ്പോൾ സത്രാജിത്തിന് ആധിയായി. മണി ആഗ്രഹിച്ച ആരോ പ്രസേനനെ കൊന്നു കാണും. അത് ആരാണെന്നെങ്ങനെയാണ് അറിയുന്നത്? ശ്ലോകം 16.
അധ ലോകോ മുഖോദ്ഗീർണ കിം വദന്തി പുരേ ഭവത് കൃഷ്ണേന നിഹതോ നൂനം പ്രസേനോ മണിലേപ്സുനാ. അപ്പോഴേക്കും നാട്ടുകാർ പറഞ്ഞു പരത്തിയ ഒരു കിംവദന്തി ആ പട്ടണത്തിലും എത്തി. മണിയിൽ കണ്ണുണ്ടായിരുന്ന കൃഷ്ണനാണ് പ്രസേനനെ കൊന്നത് തീർച്ച. ഇങ്ങനെ അവിടെയൊക്കെ ഒരു വാർത്ത പരന്നു. ശ്ലോകം 17. സദം ശുശ്രാവ കൃഷ്ണോപി ദുര്യശോ ലിപ്തമാത്മനി മാഷ്ട്രും തത്തസ്യ പദവിം പുരൗകോഭിസ്സഹാഗതം. അപകീർത്തികരമായ ആ വാർത്ത കൃഷ്ണനും കേട്ടു. തനിക്കുണ്ടായ പേരുദോഷം തീർക്കാൻ പൗരന്മാരോടുകൂടി കൃഷ്ണൻ പുറപ്പെട്ടു. ശ്ലോകം 18. ഗത്വാ സ വിപിനേ പശ്യത് പ്രസേനം ഹരിണാ ഹതം യയൗ മൃഗേന്ദ്രമന്വിഷ്യന്നസൃഗ് ബിന്ദഗ്വിതാധ്വനാ. ആ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ഗത്വാ സ വിപിനേ പശ്യത് പ്രസേനം ഹരിണാ ഹതം യയൗ മൃഗേന്ദ്രമന്വിഷ്യ നസൃഗ്ബിന്ദഗ്വിതാധ്വനാ. കാട്ടിൽ ചെന്നപ്പോൾ പ്രസേനനെ സിംഹം അടിച്ചു കൊന്നിട്ടിരിക്കുന്നതായി കണ്ടു. അതുകൊണ്ട് സിംഹത്തെ അന്വേഷിച്ച് ചോരത്തുള്ളികൾ വീണ് കിടക്കുന്ന വഴി നോക്കി അവർ വീണ്ടും നടന്നു. കൃഷ്ണനും പൗരന്മാരും നടന്നു. ശ്ലോകം 19. അധ കൃഷ്ണോ ഹതാം സിംഹം വിലദ്വാരി വിലോക്യ ച ഉവാച ഭഗവാൻ വാചം കൃപയാ പുരവാസിനഃ. സിംഹം ഗുഹാമുഖത്ത് ചത്തുകിടക്കുന്നത് കൃഷ്ണൻ കണ്ടു. അദ്ദേഹം ദയാർദ്രനായി തൻ്റെ കൂടെ വന്ന പൗരന്മാരോട് പറഞ്ഞു. ശ്ലോകം 20. തിഷ്ഠധ്വം യൂയമത്രൈവ യാവദാഗമനം മമ പ്രവിശാമി ബിലം തേ തന്മണിഹാരകലബ്ധയേ. ഞാൻ വരുന്നതുവരെ നിങ്ങളിവിടെ നിൽക്കിൻ. ഞാൻ ഈ ഗുഹയിലൊന്ന് കടന്നു നോക്കട്ടെ. മണി അപഹരിച്ചവൻ ഇവിടെ എങ്ങാനും ഉണ്ടോ എന്ന് അറിയാമല്ലോ. ശ്ലോകം 21. തഥേത്യുക്ത്വാ തു തേ തസ്തുസ്തത്രൈവ ദാരകൗകസഃ ജഗമാന്തർബിലം കൃഷ്ണോ എത്ര ജാംബവതോ ഗൃഹം. അങ്ങനെ ആവട്ടെ എന്ന് സമ്മതിച്ചിട്ട് ദ്വാരകാവാസികൾ ഗുഹാമുഖത്ത് തന്നെ നിന്നു. കൃഷ്ണനാകട്ടെ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. അത് ജാംബവാൻ്റെ ഗൃഹമായിരുന്നു. 21 വരെയുള്ള ശ്ലോകം പാരായണം ചെയ്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.